നമുക്ക് അടുത്തതായി അസറ്റേറ്റിൻ്റെ ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാർബണേറ്റും സൾഫേറ്റും മനസ്സിലാക്കി. ഇനി ആനയോണുകളിൽ നിങ്ങൾക്ക് തീർച്ചയായും എക്സാമിനേഷന് കിട്ടുന്ന ഒരു ആനയോണാണ് അസറ്റേറ്റ് CH3COO-. അപ്പോൾ അസറ്റേറ്റിന് നമ്മൾ പ്രധാനമായും 2 പ്രധാനപ്പെട്ട കൺഫോർമേറ്റീവ് ടെസ്റ്റുകളാണ് നമുക്കതിനകത്തുള്ളത്. നമ്മൾ സോൾട്ട് അനാലിസിസിൽ നമ്മൾ ആദ്യം പ്രിലിമിനറി അനാലിസിസ് ചെയ്യും. പ്രിലിമിനറി അനാലിസിസിൽ നമ്മൾ സോൾട്ടിനെ ഡ്രൈ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു വിനീഗർ ലൈക്ക് സ്മെല്ല് നമുക്കുണ്ടാകും. അത് അത്ര നല്ലൊരു കൺഫോർമേറ്റീവ് ടെസ്റ്റ് അല്ല, അത് വെറും ഒരു പ്രിലിമിനറി അനാലിസിസ് ആണ്. നമ്മളതിനെ സിസ്റ്റമാറ്റിക് അനാലിസിസിലേക്കും അല്ലെങ്കിൽ കൺഫോർമേറ്റീവ് ടെസ്റ്റിലേക്കും വരുമ്പം അസറ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫോർമേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ അല്പം അസറ്റേറ്റ് അടങ്ങുന്ന സോൾട്ടിനെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റെഡ് കളറേഷൻ കിട്ടും. അതിനെ ഹീറ്റ് ചെയ്താൽ ഒന്ന് കൂളിപ്പിച്ച് നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. നമുക്ക് റെഡ് കളറേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിൽ അസറ്റേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. നമുക്ക് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്യാം. ഞാൻ ലെഡ് അസറ്റേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അസറ്റേറ്റ് ആനിയോൺ ഉണ്ട്. അപ്പോൾ ഞാൻ അല്പം സോൾട്ടിനെ പഴയതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്പം സോൾട്ടിനെ ടെസ്റ്റ് ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമ്മളിത് ഈ സോൾട്ട് നോക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ക്രിസ്റ്റലൈൻ നേച്ചറാണ് ഈ സോൾട്ടിനുള്ളത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് ആ സോൾട്ടിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. കളർലെസ് ആണ്, നിറമൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ തന്നെ ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ സോൾട്ടിലെ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. അസറ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൺഫർമേറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ അല്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് കളറേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. നമുക്ക് അല്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡിനെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നോർമലി അതിലേക്ക് ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡിഷ് കളർ അതിൽ അപ്പിയർ ചെയ്യുന്നതായി നമുക്ക് കാണാം. നിങ്ങൾ ഗ്രാജുവലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞ ഒരു റെഡ് കളർ കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു റെഡ് കളർ ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കുറച്ച് വാട്ടറൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. റെഡ് കളറേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് 100% ഉറപ്പിക്കാം ഈ സോൾട്ടിൽ അസറ്റേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ അസറ്റേറ്റ് ഗീവ്സ് എ റെഡ് കളറേഷൻ വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. അപ്പോൾ FeCl3 എന്ന് പറഞ്ഞ് ലാബിൽ കളേർഡ് സൊല്യൂഷൻ ആയിരിക്കും, അത് ലാബിൽ ഉറപ്പായും ഉണ്ടാകും. അപ്പം വി ഗെറ്റ് എ റെഡ് കളറേഷൻ. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്തിട്ടൊന്ന് കൂളാക്കിയാൽ നമുക്ക് ഇവിടെ ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് CH3COO-. ഓക്കെ, സ്മെൽ ഓഫ് വിനീഗർ കൺഫേം ചെയ്യണം. അസറ്റേറ്റിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കൺഫർമേഷനാണ്. നമ്മൾ സ്മെൽ ഓഫ് വിനീഗർ നോക്കുക. സ്മെൽ ഓഫ് വിനീഗർ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കൂൾ ടീച്ചേഴ്സ് എന്തായാലും ഒരു അഡീഷണൽ വാച്ച് ക്ലാസ് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ ആ അഡീഷണൽ വാച്ച് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, അല്പം സോൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുക. സോൾട്ടിനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് അവൈലബിൾ ആണെങ്കിൽ ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിനകത്ത് ആഡ് ചെയ്യുക. ഇതിനകത്ത് ആഡ് ചെയ്ത് ഗ്ലാസ് റോഡ് കൊണ്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ വീട്ടിലെ വിനാഗിരിയില്ലേ, വിനീഗർ, അതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് അസറ്റേറ്റ് വീണ്ടും ഉറപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതായിരിക്കും ചെയ്യുന്നത്. അതായത് സോൾട്ടിനെ വാച്ച് ഗ്ലാസ്സിലാണ് എടുക്കേണ്ടത്, ടെസ്റ്റ് ട്യൂബിലല്ല. സോൾട്ടിനെ അല്പം വാച്ച് ഗ്ലാസ്സിലേക്ക് എടുക്കുക. വാച്ച് ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്യുക. ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നമ്മുടെ ഇതാണ് ഗ്ലാസ് റോഡ് നിങ്ങൾക്ക് തന്നിരിക്കും. ഗ്ലാസ് റോഡ് ഇട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരു വിനേഗർ ലൈക്ക് സ്മെൽ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇത് അസറ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായും ആ 2 എക്സ്പെരിമെൻറ്റുകൾ ലാബിൽ ചെയ്ത് നോക്കുക. വിനീഗർ ലൈക്ക് സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറേഷൻ കിട്ടുന്നു. നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണ്. അതിപ്പം ഇത്രയും സമയമായപ്പോൾ നല്ല റെഡിഷ് കളറായി മാറി. ഈ റെഡ് കളറേഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് അസറ്റേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിനാഗിരിയാണ്, വിനീഗറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾട്ടിലെ ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് അല്പം എടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. മിക്കവാറും എല്ലാവർക്കും ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എന്നിട്ട് ഈ ഗ്ലാസ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വിനീഗർ ലൈക്ക് സ്മെല്ലുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് അസറ്റേറ്റ് അതിൽ പ്രസൻ്റ് ആണ്. ഓക്കെ.